ഇൻട്രൊഡക്ഷൻ ടു സി പ്രോഗ്രാമിംഗ് BCA BSc കമ്പ്യൂട്ടർ സയൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലുള്ള സി പ്രോഗ്രാമിങ്ങിൻ്റെ യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പാർട്ട് 1. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് അനുസരിച്ചാണ് ഇരിക്കുക. ഇത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഇൻട്രൊഡക്ഷൻ ടു സി, ഇമ്പോർട്ടൻസ്, അതിൻ്റെ സ്ട്രക്ചർ, ഒരു സാമ്പിൾ പ്രോഗ്രാം, ഡാറ്റ ടൈപ്സ് എന്താണ്, വേരിയബിൾസ് എന്താണ്, കോൺസ്റ്റൻസ് എന്താണ് എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സി പ്രോഗ്രാം എന്ന് നോക്കാം. സി എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ജനറൽ പർപ്പസ് എന്ന് വെച്ചാൽ സിസ്റ്റം പ്രോഗ്രാമിങ്ങിലും ആപ്ലിക്കേഷൻ പ്രോഗ്രാമിങ്ങിലും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. സി ലാംഗ്വേജ് 1972 ഡെവലപ്പ് ചെയ്തത്. ഇത് ഡെവലപ്പ് ചെയ്ത ആളാണ് ഡെന്നിസ് റിച്ചി. അത് ഡെവലപ്പ് ചെയ്തത് ബെൽസ് ലാബിലാണ്. അപ്പോൾ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് സി പ്രോഗ്രാമിംഗ് ക്രിയേറ്റ് ചെയ്തത്. ഇനി എന്തുകൊണ്ടാണ് സി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ സി ലാംഗ്വേജ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആവാൻ പല റീസൺസ് ഉണ്ട്. അതിനൊന്നാണ് നമ്മുടെ മോഡേൺ ലാംഗ്വേജസ് ആയിട്ടുള്ള ജാവ, C++, പൈത്തൺ ഒക്കെ നമ്മുടെ സിയുടെ കോൺസെപ്റ്റിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഹൈ പെർഫോമൻസ് ആണ്. നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. മെമ്മറി കൺട്രോൾ ഡയറക്റ്റായി നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ എംബഡഡ് സിസ്റ്റത്തിലും സി വളരെ പോപ്പുലറാണ്. ഇനി സി പ്രോഗ്രാമിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള സിൻറ്റാക്സ് ആണ് ഇതിൽ. സ്ട്രക്ചേർഡ് പ്രോഗ്രാമാണ്, പോർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, റിച്ച് ലൈബ്രറി ഫങ്ഷൻസ്, ഫാസ്റ്റ് എക്സിക്യൂഷൻ. ഇതിൽ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിനെ സ്മോൾ ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇനി എന്താണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ്? അതുപോലെ ഇത് നമ്മൾ മെയിനായിട്ട് സി യൂസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, കമ്പൈലേഴ്സിൽ, എംബഡഡ് സിസ്റ്റത്തിൽ, ഡാറ്റാബേസ് സിസ്റ്റത്തിൽ, അതുപോലെ ഗെയിം ഡെവലപ്മെൻറ്റിൽ ഒക്കെയാണ്. ഇനി അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ നോക്കാൻ പോവുകയാണ്. ഒരു സി പ്രോഗ്രാം നോർമലായിട്ട് ഈ പാർട്സൊക്കെ ഉണ്ടാവും. ഡോക്യുമെൻറ്റേഷൻ ഒരു സെക്ഷൻ ഉണ്ടാവും, ലിങ്കിൻ്റെ സെക്ഷൻ, ഡെഫിനിഷൻ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും, ഗ്ലോബൽ ഡിക്ലറേഷൻ, മെയിൻ ഫങ്ഷൻ ഉണ്ടായിരിക്കും, ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ഉണ്ടായിരിക്കും. ഇതിലെ മെയിൻ ഫങ്ഷനിലാണ് ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്കൊരു സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ഇപ്പം ഇതിലെ #include studio.h എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻറ്റ് മെയിൻ എന്ന് പറയുന്നത് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ടാകുന്ന ഫങ്ഷനാണ്. printf എന്ന് പറയുന്നത് നമ്മളുടെ സ്ക്രീനിൽ ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. റിട്ടേൺ 0 എന്ന് പറയുന്നത് പ്രോഗ്രാം സക്സസ്ഫുള്ളായി എൻഡായി എന്ന് കാണിക്കുന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി കീവേഡ്സ് എന്താണെന്ന് നോക്കാം. കീവേഡ്സ് എന്ന് പറയുന്നത് റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാരക്ടർ, ഇഫ്, എൽസ്, റിട്ടേൺ, വൈൽ. ഇവ വേരിയബിൾ നെയിമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി എന്താണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് നോക്കാം. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ വേരിയബിളിനെയും ഫങ്ഷനെയും പറയുന്ന പേരാണ്. ഇതിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോറിൽ ഇത് സ്റ്റാർട്ട് ചെയ്യണം. സ്പേസ് ഉണ്ടാകാൻ പാടില്ല. അതിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പാടില്ല. കീവേഡ്സ് യൂസ് ചെയ്യരുത്. നമ്മൾ മേലെ കുറച്ച് കീവേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കീവേഡ്സ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി എന്താണ് വേരിയബിൾ എന്ന് നോക്കാം. നമുക്കതിന് മുന്നേ കോൺസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂസ് ആണ്. അതിൻ്റെ ടൈപ്സ് ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്, ഫ്ലോട്ടിംഗ് കോൺസ്റ്റൻറ്റ്, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. ഇതിൻ്റെ എക്സാമ്പിളാണ് ഇൻറ്റിജറിൻ്റെ 10, ഫ്ലോട്ടിങ്ങിൻ്റെ 3.14. ഇവിടെ പോയിൻറ്റ്സ് വരുന്നത് നമ്മൾ ഫ്ലോട്ടിംഗ് കോൺസ്റ്റൻ്റ് ആയിട്ട് പറയും. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ABCD അതെല്ലാം ക്യാരക്ടേഴ്സാണ്. സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിലുള്ളതിന് നമ്മൾ കോഡ്സിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ളതിന് നമ്മൾ സ്ട്രിങ് എന്ന് പറയും. അപ്പോൾ നമുക്കിത് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. അതായത് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല.
ഇനി എന്താണ് വേരിയബിൾസ് എന്ന് നോക്കാം. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ലൊക്കേഷൻ്റെ പേരാണ്. അതിൻ്റെ എക്സാമ്പിൾ ഇൻറ്റ് ഏജ് ഈക്വൽ ടു 20. ഇവിടെ ഏജ് എന്ന് പറഞ്ഞാൽ അതൊരു വേരിയബിൾ നെയിമാണ്. 20 എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ആണ്. ഇനി ഡാറ്റ ടൈപ്സ് എന്താണെന്ന് നോക്കാം. സിയിൽ ബേസിക് ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ളത് ഇൻറ്റ് ആണ്. ഇൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റിജർ വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെസിമൽസ് ഇട്ട് എഴുതുന്നതൊക്കെ ഫ്ലോട്ടാണ്. ഡബിൾ എന്ന് പറഞ്ഞാൽ ലാർജ് ഡെസിമൽ വാല്യൂസിനെയാണ് നമ്മൾ ഡബിൾ എന്ന് പറയുക. ക്യാർ എന്ന് പറയുന്നത് ക്യാരക്ടർ. ഇനി കുറച്ച് ഡിറൈവ്ഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ഉണ്ട്. അതാണ് അറേ, പോയിൻ്റ്, സ്ട്രക്ചർ. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതാണ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം. സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഒരു സാമ്പിൾ സി പ്രോഗ്രാം എഴുതാൻ പറയും. അതുപോലെ കീവേഡ്സും ഐഡൻറ്റിഫയേഴ്സും എന്താണെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. എക്സ്പ്ലെയിൻ ഡാറ്റ ടൈപ്സ്. സിയിലുള്ള ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്നും നോക്കാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ IDE ഫെമിലറൈസേഷൻ, പ്രോഗ്രാം എങ്ങനെയാണ് കമ്പൈൽ ചെയ്യുന്നത്, എക്സിക്യൂട്ടബിൾ ഫയൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.